സൈഫ്, നേരത്തെ ഈ സ്ഥാനാർത്ഥി പട്ടിക വന്ന സമയത്ത് മട്ടന്നൂരിൽ കെ ശൈലജയെ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ശൈലജ മട്ടന്നൂരിൽ തന്നെ മത്സരിക്കാനുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ PB തീരുമാനം പറയുമെന്നായിരുന്നു നേരത്തെ വന്നിരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ ശൈലജയുടെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കാനാണ് സാധ്യത? ശൈലജയുടെ കാര്യത്തിൽ അങ്ങനെ പൂർണ്ണമായും ടീച്ചറെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് ആ പട്ടിക തയ്യാറാക്കുന്നത്, ഏത് ജില്ലാ സെക്രട്ടേറിയറ്റ് ആയാലും ഈ സാധ്യതാ പട്ടിക തയ്യാറാക്കുന്നത് പാർട്ടി സംസ്ഥാന നേതൃത്വം നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പാർട്ടി സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം 2 ടേം വ്യവസ്ഥ എന്നുള്ളത് പൂർണ്ണമായും എടുത്തു കളയുന്നില്ല. പാർട്ടിക്ക് ഉറച്ച കോട്ടയായി അറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ അവിടെ പാർട്ടിക്ക് 2 ടേം വ്യവസ്ഥ നടപ്പാക്കാം. 2 ടേം മത്സരിച്ച ആൾക്കാരെ മാറ്റി നിർത്തി പുതിയ ആൾക്കാരെ പരീക്ഷിക്കുന്നതിന് തെറ്റില്ല. ഇനി മറ്റൊരു മണ്ഡലത്തിൽ അവിടുത്തെ സ്ഥാനാർത്ഥി സിറ്റിംഗ് MLA മാറ്റുകയാണെങ്കിൽ അവിടെ തോൽവിക്ക് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 2 തവണയോ 3 തവണയോ 4 തവണയോ മത്സരിച്ച ആളാണെങ്കിൽ പോലും അദ്ദേഹത്തെ തന്നെ മത്സരിപ്പിക്കണം, വിജയസാധ്യതയ്ക്ക് പ്രാധാന്യം നൽകണം എന്നുള്ള തീരുമാനമാണ് സംസ്ഥാന നേതൃത്വം എല്ലാ ജില്ലാ സെക്രട്ടേറിയറ്റിനും നൽകിയത്. ആ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശത്തിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാധ്യതാ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് മട്ടന്നൂർ എന്ന് പറയുന്ന പാർട്ടി കോട്ടയായി അറിയപ്പെടുന്ന സ്ഥലമാണ്. ഏതാണ്ട് 60,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെ ശൈലജ കഴിഞ്ഞ തവണ അവിടെ നിന്ന് വിജയിച്ചു കയറിയത്. അതുപോലെ തന്നെ തലശ്ശേരി AN ഷംസീറിന്റെ പേരില്ലാത്തതും തുടർച്ചയായി 2 തവണ മത്സരിച്ച് വിജയിച്ചതിന്റെ പേരിലാണ്. അത് പാർട്ടി സിറ്റിംഗ് സീറ്റാണ്. അവിടെ ആരെ നിർത്തിയാലും ജയിക്കുന്ന ഒരു സാഹചര്യം പാർട്ടി കോട്ടയായി അറിയപ്പെടുന്ന സ്ഥലമാണ് തലശ്ശേരി. അതുകൊണ്ടാണ് ഷംസീറിന്റെ പേരും അങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു പട്ടിക തയ്യാറാക്കിയത്. ഈ നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുമ്പോൾ ഷംസീറിന്റെ പേര് ഏതാണ്ട് ഷംസീർ മത്സരിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ചില നേതാക്കൾ സൂചിപ്പിക്കുന്നത്. കെ ശൈലജ മട്ടന്നൂരിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇനി ചിലപ്പോൾ പേരാവൂര് മത്സരിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ തളിപ്പറമ്പിൽ PK ശ്യാമളയുടെ പേര്, MP ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയുടെ പേര്, N സുകന്യയുടെ പേര് എന്നിവരുടെ പേരുകളാണ് പരിഗണനാ പട്ടികയിലുള്ളത്. അതിനൊപ്പം തന്നെ ഒരുപക്ഷേ MP ഗോവിന്ദൻ മാറുമ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ ശൈലജയെ മത്സരിപ്പിച്ചാലും അത്ഭുതപ്പെടാനില്ല. ഇക്കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് നാളെ തന്നെയാണ്. അതുകൊണ്ട് കെ ശൈലജയെ പൂർണ്ണമായി ഒഴിവാക്കിയാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. കെ ശൈലജ സ്ഥാനാർത്ഥിയാകില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഷംസീറിന്റെ കാര്യവും അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, കെ ശൈലജ മത്സരരംഗത്തുണ്ടാകും. കെ ശൈലജയെ മത്സരിപ്പിച്ചില്ലെങ്കിൽ മറ്റ് പല ചർച്ചകൾക്കും വഴിവെക്കും. അതിന് മറുപടി പറയാൻ വേണ്ടി കുറേ ദിവസം കളയണം. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പാർട്ടി ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. 5 തവണ ടീച്ചർ മത്സരിച്ചെങ്കിലും ഇത്തവണ കൂടി മത്സരിക്കട്ടെ എന്ന നിലപാടിലേക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിച്ചേരും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സൈഫ്, 5 ദിവസത്തിനകം സ്ഥാനാർത്ഥികളെ ഏകദേശം അറിയാമെന്നുള്ളൊരു വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ LDF കോട്ടകൾ പോലും പിടിക്കാമെന്നുള്ളൊരു കോൺഫിഡൻസിലാണ് UDF ഇക്കുറി ഇറങ്ങുന്നത്. അപ്പോൾ വളരെ കരുതിക്കൂട്ടി തന്നെയായിരിക്കും ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളല്ലേ? ഉറപ്പായിട്ടും സ്ഥാനാർത്ഥി പട്ടികയിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട. വിജയസാധ്യത മാത്രം പരിഗണിക്കാനുള്ള നിർദ്ദേശമാണ് പാർട്ടി ജില്ലാ ഘടകങ്ങൾക്ക് സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളുമായി ഉഭയകക്ഷി ചർച്ച നടത്തുമ്പോഴും സമാനമായ രീതിയിലുള്ള അഭിപ്രായം സംസ്ഥാന നേതാക്കൾ, CPM-ന്റെ സംസ്ഥാന നേതാക്കൾ അവരോട് തന്നെ പങ്കുവച്ചിട്ടുണ്ട്. നിങ്ങൾ ടേം വ്യവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉറപ്പുള്ള സീറ്റിൽ മാത്രമേ അത് നടപ്പാക്കാവൂ എന്ന നിർദ്ദേശം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഘടകകക്ഷികളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. 5 ദിവസത്തിനകം CPM സ്ഥാനാർത്ഥികളെ അറിയാം എന്ന് പറയുമ്പോൾ നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു, സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നു. അത് വീണ്ടും ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലേക്കും പോയി മണ്ഡലം കമ്മിറ്റിയും ചർച്ച ചെയ്ത് അത് വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പരിഗണനയിലേക്ക് വരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിന് അംഗീകാരം നൽകിക്കൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വെക്കുന്നു. സംസ്ഥാന കമ്മിറ്റി അതിന് പൂർണ്ണരൂപം നൽകുന്നു. അതിനുശേഷം അത് പൂർണ്ണമായി അന്തിമമായി അത് പട്ടിക അംഗീകരിക്കുന്നു. തുടർന്ന് കേന്ദ്ര കമ്മിറ്റിയുടെ അനുമതിയോട് കൂടിയായിരിക്കും ഇത് പ്രഖ്യാപിക്കുക. ഇതാണ് CPM-ന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ഒരു രീതി, അവരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു രീതി ഇങ്ങനെയാണ്. അതുകൊണ്ട് ഒരു 4-5 ദിവസം, എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ CPM-ന്റെ സ്ഥാനാർത്ഥികളാകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകും. കാരണം ഒരു പ്രാഥമിക ചർച്ചയുടെ ആദ്യഘട്ടങ്ങൾ എന്തായാലും കഴിഞ്ഞു. 2ാം ഘട്ടത്തിലേക്ക് നാളെ കടക്കുകയാണ്. കുറച്ച് ജില്ലകളിൽ നിന്നുള്ള പട്ടിക, അത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആ ജില്ലകളിൽ നിന്നുള്ള പട്ടിക കൂടി വരുന്നതോടെ എല്ലാം പൂർണ്ണമാകും. 14 ജില്ലയിൽ നിന്നുള്ള പട്ടികകളും പൂർണ്ണമാകും. 14 ജില്ലയിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. 75 സീറ്റിലാണ് കഴിഞ്ഞ തവണ CPM മത്സരിച്ചത്. അതിൽ 62 സീറ്റുകളിൽ CPM വിജയിക്കുകയും ചെയ്തിരുന്നു. ഈ 62 സീറ്റുകളിൽ വിജയിച്ചു. അത് നിലനിർത്തുക എന്നതിനപ്പുറം
അതിനപ്പുറം കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് CPM ലക്ഷ്യം വെക്കുന്നത്. അധികം സീറ്റുകൾ വിട്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാം ഭരണം എന്ന സ്വപ്നം നടപ്പാവാതെ ആയിപ്പോകും. അതുകൊണ്ട് പരമാവധി മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച് വേണം MLA മാർ പ്രവർത്തിക്കാൻ. എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ പാർട്ടി നേതൃത്വം അവിടുത്തെ സിറ്റിംഗ് MLA നടത്തണം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അങ്ങനെ സംഘടനാ സംവിധാനം മുഴുവൻ ഓരോ മണ്ഡലങ്ങളിലും കൃത്യമായി പ്രവർത്തിക്കുക, 75 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്, പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക. ഇത് തന്നെയാണ് CPM ലക്ഷ്യം വെക്കുന്ന കാര്യം. അതുകൊണ്ട് വേഗത്തിൽ തന്നെ ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ കളത്തിലേക്ക് ഇറക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്.